നമസ്കാരം, തിരുവരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ശുദ്ധജല പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡ് നന്നാക്കാത്തത് അപകടങ്ങൾക്കിടയാക്കുന്നു. ചെമ്മാട് തിയാല റോഡിൽ വെള്ളിയാമ്പ്രം മുതൽ പാണ്ടിമുറ്റം വരെയുള്ള ഭാഗത്താണ് റോഡ് കീറിയതിനെ തുടർന്ന് വലിയ തോതിൽ അപകടങ്ങൾക്കിടയാക്കുന്നത്. അമൃത് പദ്ധതിയിൽ താനൂർ നഗരസഭയിൽ നടപ്പാക്കുന്ന ശുദ്ധജല പദ്ധതിക്കായി പൈപ്പിടാനാണ് റോഡ് കീറിയത്. പൈപ്പിട്ടിട്ട് മാസങ്ങളായെങ്കിലും റോഡ് റീടാർ ചെയ്തിട്ടില്ല. റോഡിന്റെ ഒരു ഭാഗത്ത് നല്ല വീതിയിലാണ് കീറിയിട്ടുള്ളത്. ഈ ഭാഗം റോഡിൽ നിന്ന് താഴ്ന്നു കിടക്കുകയാണ്. വാഹനങ്ങൾ ഇതുവഴി പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. ഇരുചക്ര വാഹനങ്ങളാണ് സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നത്. മറ്റു വാഹനങ്ങളും അപകടത്തിൽപ്പെടുകയും കേടുപാടുകൾ പറ്റുകയും ചെയ്യുന്നുണ്ട്. റോഡ് പൊളിച്ചത് ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന വാഹനങ്ങളാണ് കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. പാണ്ടിമുറ്റം ഒഴൂർ റോഡ് മുതൽ വെള്ളിയാമ്പ്രം അങ്ങാടി വരെ മെയിൻ റോഡിലാണ് റോഡ് കീറിയിട്ടുള്ളത്. കൂടാതെ വെള്ളിയാമ്പ്രം കുന്നുംപുറം റോഡിലും ഇത്തരത്തിൽ പൈപ്പിന് റോഡ് കീറിയിട്ടുണ്ട്. ഇവിടെയും സമാന അവസ്ഥ തന്നെയാണ്. മഴ പെയ്യുമ്പോൾ റോഡ് വെട്ടിപ്പൊളിച്ച ഭാഗം കൂടുതൽ താഴ്ന്നു പോകുന്നുണ്ട്. മാത്രമല്ല, മഴവെള്ളം കെട്ടിനിൽക്കുമ്പോൾ റോഡിൽ താഴ്ചയുള്ളത് അറിയാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുമുണ്ട്. റോഡ് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ഇതിനായി പലതവണ മരാമത്ത് വകുപ്പ് അധികൃതരെയും നഗരസഭയെയും കരാറുകാരനെയും ബന്ധപ്പെട്ടതായി വാർഡംഗം പനയത്തിൽ ജാഫർ പറഞ്ഞു. മഴ പെയ്തതിനു ശേഷം വെള്ളിയാമ്പ്രം ടു പാണ്ടിമുറ്റം വരെ മെയിൻ റോഡിലെ ഇതുപോലെയാണ് എല്ലാ വാഹനങ്ങളും ഒരു ദിവസം 2-3 ആക്സിഡന്റുകൾ നടക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് പരപ്പനങ്ങാടി ഓഫീസിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും 5 ദിവസത്തിനുള്ളിൽ ശരിയാക്കുക എന്ന് പറയാനല്ലാതെ ഇതിന് യാതൊരു തീരുമാനമായിട്ടില്ല. ഒരു ദിവസം 3-ലേറെ ആക്സിഡന്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. പാണ്ടിമുറ്റം ടു വെള്ളിയാമ്പ്രം നമ്മളെ ചെമ്മാട് റോട്ടിലാണ് ഈ റോഡിന്റെ ഒരു ഭാഗത്ത് അമൃത പദ്ധതി താനൂർ മുനിസിപ്പാലിറ്റിയുടെ കുടിവെള്ള പദ്ധതിന്റെ ആവശ്യാർത്ഥം കീറിയതാണ്. പക്ഷെ അത് സമയബന്ധിതമായിട്ട് തീർത്തില്ല. നിരന്തരം നമ്മൾ PWയുടെ ഓഫീസിൽ പോയി അതിന്റെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ഇതിലൊരു തീരുമാനം വേണമെന്ന് പറഞ്ഞു. നിരന്തരം ആക്സിഡന്റുകൾ കൂടുകയാണ്. മഴ പെയ്യുമ്പോൾ അവർ വർക്ക് ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ മഴ പെയ്യും പിന്നെ കോൺക്രീറ്റും താറും എല്ലാം കൂടി ഒലിച്ചിറങ്ങുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഉടൻ പരിഹാരമാണ്. അതുപോലെ തന്നെ വെള്ളിയാമ്പ്രം കുന്നുംപുറം റോഡും അതും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ധാരിങ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ കുണ്ടുകളായിട്ടുണ്ട്. ആക്സിഡന്റുകൾ നിരന്തരം നടക്കുകയാണ്. അപ്പൊ അതിന് ഉടൻ ഒരു തീരുമാനം അതിന്റെ ഉദ്യോഗസ്ഥന്മാര് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്തു തരണമെന്നൊരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്. കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരുപാട് കാരണം സ്കൂൾ വണ്ടികളും സ്കൂൾ ബസ്സുകളും കാണൊക്കെ പോകാനുള്ളതാണ്. പിന്നെ അവിടുത്തെ പാണ്ടിമുറ്റ അങ്ങാടിയിലുള്ള ആ ഗട്ടർ അത് ഭയങ്കര ഗർത്തായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ മഴ പെയ്തിട്ട് ബൈക്ക് ആക്സിഡന്റ് ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു വല്യമ്മ അവിടെ വീണിട്ടുള്ളൂ. ബൈക്കിന്റെ ബാക്കിൽ നിന്ന് ആ ഗട്ടിൽ ചാടിയിട്ട് ബാക്കിക്ക് മറിഞ്ഞു വീണ്. അതേപോലെ ഇന്നലെ രാത്രി ഒരു കാർ സ്പീഡ് തന്നിട്ട് ഗട്ടിൽ ഒരൊറ്റ ചാട്ടോ ചാടി. എന്തായാലും ആ വണ്ടിക്ക് ഡാമേജ് ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അതായത് ഓരോ അപകടങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒഴിവ് റോഡ് മൊത്തം ചെയ്തിട്ടുണ്ട്. മണ്ണിട്ടിട്ട് റോഡ് അടിയിക്ക് ഗർത്തായി പോയിട്ടുണ്ട്. അപ്പൊ ഇതും അതേപോലെ തന്നെ ആവാനുള്ള ഇതൊരു മുന്നറിയിപ്പാണ് ഈ കാണുന്നത്. എന്തായാലും ഇതിനൊരു പെട്ടെന്നൊരു നടപടി എടുക്കാതെ ഇതിൽ ഒരു പരിഹാരം ഉണ്ടാവും തോന്നുന്നില്ല. ന്യൂസ് ഡെസ്ക് തിരുവരങ്ങാടി ടുഡേ. ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം സമ്മാനങ്ങളിലൂടെ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ദി വെഡിംഗ് സ്റ്റോറി. ഏപ്രിൽ 5 മുതൽ ജൂൺ 30 വരെ ആമയിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യൂ. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മുതൽ. തീർന്നില്ല, ഡയമണ്ട് റിംഗ്, റിസോർട്ട് സ്റ്റേ ഫോർ കപ്പിൾ ആൻഡ് ഒരു വെഡിംഗ് പാർട്ടിക്ക് പണിക്കൂലി തിരികെ നൽകുന്നതുമാണ്. വേഗം പോരൂ ചെമ്മാട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.